ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആദ്യം തെളിയുന്ന ചിത്രം എന്ന് പറയുന്നത് മഞ്ഞിലൂടെ സ്ലെഡ്ജിൽ പറന്നു വരുന്ന സാന്റാക്ലോസിൻ്റെതാണ്. എന്നാൽ ഇത്തവണ ഇറ്റലിയിലെ സാന്റാക്ലോസുമാർ അല്പം മോഡേൺ വൈബിലാണ്. സ്ലെഡ്ജിന് പകരം സൈക്കിളും മോട്ടോ ബൈക്കും, എന്തിനേറെ വെള്ളത്തിലൂടെ വഞ്ചി തുഴഞ്ഞുമാണ് അവർ ക്രിസ്മസിനെ വരവേറ്റത്. ആഘോഷത്തിനൊപ്പം കാരുണ്യത്തിന്റെ വലിയൊരു സന്ദേശം കൂടി നൽകുന്ന ഇറ്റലിയിലെ ആ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. ഇറ്റലിയുടെ തലസ്ഥാനമായ റോമിലും പ്രശസ്തമായ വെനീസ് നഗരത്തിലുമാണ് ഈ ക്രിസ്മസ് വിസ്മയങ്ങൾ അരങ്ങേറിയത്. റോമിലെ പ്രശസ്തമായ കൊളോസിയത്തിന് മുന്നിൽ നിന്ന് നൂറുകണക്കിന് സാന്റാക്ലോസസ് സൈക്കിളിൽ യാത്ര തിരിച്ചു. ഇതിന്റെ 14ാമത് എഡിഷനാണ് ഇത്തവണ നടന്നത്. നഗരത്തിലെ പ്രധാന സ്മാരകങ്ങളിലൂടെ ചുറ്റി സഞ്ചരിച്ച ഈ പരേഡ് പീറ്റർ പാൻ അസോസിയേഷൻ എന്ന ചാരിറ്റി സംഘടനയെ സഹായിക്കാനായിരുന്നു. ക്യാൻസർ ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ കുടുംബങ്ങൾക്ക് സൗജന്യ താമസം ഒരുക്കുക എന്നതാണ് ഈ യാത്രയുടെ പ്രധാന ലക്ഷ്യം. സൈക്കിൾ കഴിഞ്ഞാൽ പിന്നെ റോമിലെ താരങ്ങൾ മോട്ടോർ ബൈക്ക് യാത്രികരായിരുന്നു. റോം എക്സ്മസ് പരേഡിൽ പങ്കെടുത്തവർ സാന്റാ വേഷം ധരിച്ച് വെസ്പകളിലും ലാംബ്രെട്ടകളിലും നഗരം ചുറ്റി. പാവപ്പെട്ടവരെയും അക്രമത്തിന് ഇരയായവരെയും സഹായിക്കുന്ന സോസ്പേ എന്ന സംഘടനയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചായിരുന്നു ഈ ആവേശകരമായ പരേഡ്. റോമിൽ ചക്രങ്ങൾ ഉരുളുകയായിരുന്നുവെങ്കിൽ വെനിസിൽ വെള്ളത്തിലൂടെയായിരുന്നു മത്സരം. വിഖ്യാതമായ ഗ്രാൻഡ് കനാലിൽ സാന്റാക്ലോസുമാർ വഞ്ചി തുഴഞ്ഞു നടത്തിയ റെഗാട്ട കാണാൻ ആയിരക്കണക്കിന് സഞ്ചാരികളാണ് എത്തിയത്. 32ഓളം ബോട്ടുകളാണ് ഈ ക്രിസ്മസ് മത്സരത്തിൽ പങ്കെടുത്തത്. ഏറ്റവും മനോഹരമായി അലങ്കരിച്ച ബോട്ടുകൾക്ക് പ്രത്യേക സമ്മാനങ്ങളും നൽകി. കേവലം ആർഭാടങ്ങൾ മാത്രമല്ല, സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും കൂടി ഉത്സവമാണ് ക്രിസ്മസ് എന്ന് ഇറ്റലിയിലെ ഈ സാന്റാക്ലോസസ് നമുക്ക് കാണിച്ചു തന്നു. മോട്ടോർ ബൈക്കിലും വഞ്ചിയിലുമൊക്കെയായി അവർ പരത്തിയ ആവേശം ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ സന്തോഷം നിറയ്ക്കുന്ന ഒന്നാണ്.